പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ, ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. കർത്താവിൻ്റെ കരുണയും സ്നേഹവും നിങ്ങളിവിടെ സദാ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിലുള്ള കുറേ കെട്ടുകൾ, കാരണം പിശാചിനെ കയറി നമ്മൾ പൂജിച്ച് വെച്ചിരിക്കുക. മാമോനെ പൂജിച്ചുകൊണ്ടിരുന്നിട്ട് കർത്താവ് വരണം വെച്ചാൽ നടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്താക്കിയേ പറ്റൂ. സഖ്യേവൂസ് പുറത്താക്കിയതുപോലെ നമ്മൾ പുറത്താക്കണം. ധനികനായ യുവാവ് പുറത്താക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൻ എന്ത് കിട്ടിയില്ല? ആ രക്ഷ കിട്ടിയില്ല. ഈശോനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. നമുക്കൊരു ഒരു പേടിയാണ്. എന്താണെന്നറിയോ? നമുക്കൊരു പേടി എന്താ? ഇതിനാണ് നമ്മൾ വിശ്വാസം വേണ്ടത്. ആ ധനികനായ യുവ, മർക്കോസ് സുവിശേഷത്തിൽ ധനികനായ യുവാവിനോട് ഈശോ പറയുന്നത്, നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് വരിക. അവൻ വളരെ സമ്പന്നനായിരുന്നു. അവൻ വളരെ സങ്കടത്തോടെ തിരിച്ചു പോയത്. അപ്പോൾ പത്രോസ് ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ്. നീ ഉപേക്ഷിച്ച് വന്നിട്ടുണ്ടോ? എന്നെ പ്രതി, എൻ്റെ സുവിശേഷത്തെ പ്രതി, വീട്, ഭവനം, അല്ലെങ്കിൽ മാതാപിതാക്കള്, മക്കള്, ഭാര്യ, വയല്, ഇതിനെന്തു നിങ്ങൾ ഉപേക്ഷിച്ചാലും നിങ്ങൾക്ക് 100 ഇരട്ടി ഈ ലോകത്ത് തിരിച്ചു കിട്ടും. ഇവിടെയാണ് നമ്മൾ. ഉടനെ നമുക്കൊരു ചിന്തയാണ്, എന്നാ പിന്നെ കൊടുത്തേക്കല്ലേ, 100 ഇരട്ടി കിട്ടുമല്ലോ. ആരെ? പിശാചിനെ കിട്ടാൻ ഇല്ല. അപ്പം ഈ സമ്പത്തിനോടുള്ള ആസക്തി നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇത് കൊടുത്താൽ ഉടനെ 100 ഇരട്ടിയായിട്ട് കിട്ടും. എന്താണ് മക്കളെ നമുക്ക് യഥാർത്ഥ സമ്പത്ത് നമുക്ക് വേണ്ടത്? ആത്മീയ ജീവിതം. നീ ക്രൈസ്തവനെ സംബന്ധിച്ചെന്താണ് നിനക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്താ? നീ ഭാര്യ, മക്കൾ, ഇതൊക്കെ എടുക്കുമ്പോൾ ഈ മക്കളും ഭാര്യയും നിന്റെ കുടുംബവും ഇതെല്ലാം ആത്മരക്ഷ പ്രാപിക്കും. അവർ ദൈവത്തിലെത്തും. അവർ ദൈവികരായി മാറും. ഇതാണ് നമ്മുടെ സമ്പത്ത്. നിന്റെ ഭാര്യ യേശുവിൻ്റെ ചൈതന്യമുള്ള കൃപ നിറഞ്ഞവളായി മാറും. നിന്റെ മക്കൾ കൃപയുള്ളവരായി മാറും. നിന്റെ ബിസിനസ് സംവിധാനം കൃപയുള്ളതായി മാറും. ഇതാണ് സമ്പത്ത്. ഇതാണ് ഒരുവൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലേ? ഒരുവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ഉത്തമയായ ഭാര്യ, നല്ല മക്കള്, ആരോഗ്യം. ഇതൊക്കെയാണ് നമുക്ക് യഥാർത്ഥ സമ്പത്ത്. ഇതാണ് കർത്താവ് നമുക്ക് തരും. ഒപ്പം നമുക്ക് വേണ്ട സാമ്പത്തിക കാര്യങ്ങളും കർത്താവ് തരും. പക്ഷേ ആ ധനികനായ യുവാവിന് ഉള്ളിൽ നിന്ന് അതെടുത്ത് കളയാൻ പറ്റിയില്ല. അവൻ ബന്ധനത്തിൽ കിടക്കുന്നതാണ്. ഇതുപോലെ തന്നെ സഖ്യേവൂസ് എന്ത് ചെയ്തു? സഖ്യേവൂസ് മുഴുവൻ പകുതി, എനിക്കുള്ളതിൻ്റെ പകുതി ദരിദ്രമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്, അല്ലേ? ഇനി ആരെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിലോ 4 ഇരട്ടിയെ തിരിച്ചു. എൻ്റെ കർത്താവ് നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ രക്ഷ വരണമെങ്കിൽ ഈ കെട്ടഴിച്ചേ പറ്റൂ. ഓക്കെ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം, ഞാൻ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പഴയ നിയമത്തിൽ മനോഹരമായൊരു പുസ്തകമുണ്ട്, തോബിത്തിൻ്റെ പുസ്തകം. പുതിയ നിയമ കൺസെപ്റ്റോടുകൂടി പോകുന്ന, അല്ലെങ്കിൽ അതേ ആധ്യാത്മികതയിൽ പോകുന്ന ഒരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം, ജോബിൻ്റെ പുസ്തകം. ഇതൊക്കെ സുവിശേഷത്തിൻ്റെ അതേ ചൈതന്യത്തിൽ, അതേ മാനദണ്ഡത്തിൽ പോകുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ തോബിത്തിൻ്റെ ജീവിതത്തിൽ 2 പ്രശ്നങ്ങൾ ആ കഥയിൽ നമ്മൾ കാണും. ഒന്ന്, തോബിത്തിൻ്റെ ഒരു പക്ഷി തോബിത്തിൻ്റെ കണ്ണിൽ കാഷ്ടിച്ച് അന്ധനായി പോവാണ് അദ്ദേഹം. അതേസമയം തോബിത്തിൻ്റെ മകൻ തോബിയാസ് കല്യാണം കഴിച്ച സാറായതിൻ്റെ അകത്ത് അശ്മേരൂസ് എന്ന് പറഞ്ഞ പിശാചുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു സൗഖ്യം ആവശ്യം. ഈ 2 സൗഖ്യം അവർക്ക് ദൈവം കൊടുക്കുകയാണ്. തോബിത്തിൻ്റെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട്, തോബിയാസിൻ്റെ ദാമ്പത്യ പ്രശ്നം പരിഹരിക്കുക. ഓക്കെ? വളരെ മനോഹരമാണ്. 2 കെട്ടുകൾ അഴിയാണ്. എന്താ 2 കെട്ട് അഴിയാനുള്ള കാരണം? ഈ തോബിയാസിന് സമ്പത്തിനോടുള്ള കാഴ്ചപ്പാടാണ്. മനസ്സിലാക്കണം. അപ്പം നമ്മളിവിടെയാണ്, നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തോബിത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. 1-ാമത്തെ അധ്യായം തോബിത്ത് കൊടുത്തിരുന്നൊരു ദശാംശത്തെക്കുറിച്ച്, തോബിത്തിൻ്റെ ഒരു സമ്പത്ത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വലിച്ചെറിഞ്ഞ് പഠിക്കണം. സമ്പത്ത് വലിച്ചെറിഞ്ഞ് പഠിക്കണം. അത് വലിച്ചെറിഞ്ഞിനെ പഠിച്ചാൽ നമ്മളതിൽ നിന്ന് മോചനം നേടത്തുള്ളൂ. അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് ഞെക്കി കൊടുത്തിട്ടുള്ള പരിപാടിയൊക്കെ നിർത്തണം. ഓക്കെ? ഇന്ന് അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് വിശ്വാസം വേണം. ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി, ദൈവത്തിലുള്ള സ്നേഹത്തെ പ്രതി, വചനത്തിനുള്ള അനുസരണത്തെ പ്രതി, ആത്മാക്കളുടെ രക്ഷയെ പ്രതി വലിച്ചെറിയണം. അങ്ങനെ വലിച്ചെറിയുന്നവനെ യേശു വാരിപ്പുണരും കേട്ടോ. അവൻ്റെ സമ്പത്തിൻ്റെ ഉടമയാണ്. ഈ കാണുന്ന മുഴുവൻ ദൈവത്തിൻ്റെ മക്കളെ ദൈവിക സമ്പത്തിൽ ഭാഗഭാഗിത്വം നമ്മൾ എടുക്കണം. കർത്താവിൻ്റെ വചനം, ഭൂമിയിലുള്ള സമസ്ത വസ്തുക്കളും എൻ്റെതാണ്, അല്ലേ? ഫറവോയെ ഞാനാണ് ഉയർത്തുന്നത്. എനിക്ക് സൗകര്യമുള്ള ഞാൻ ഉയർത്തും, എനിക്ക് സൗകര്യമുള്ള ഞാൻ താഴ്ത്തും. അപ്പോൾ എല്ലാ അധികാരങ്ങളും സംവിധാനം ഇപ്പോഴും കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഈ ദൈവീക സമ്പത്തിൽ ഭാഗഭാഗിത്വം എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സമ്പത്തുള്ള സാധനത്തെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഇതിനാണ് ക്രൈസ്തവ വിശ്വാസം വേണം. ഈ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ വിശ്വാസത്തിൽ വന്നവർ വളരെ ചുരുക്കമുള്ളൂ.
അതുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിലേക്ക് വരണം. കാരണം ദൈവത്തിലുള്ള വിശ്വാസത, എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും നിങ്ങൾ ദൈവം തരും, നാളെ ദൈവം തരും. പഴയ നിയമത്തിൽ അബ്രാഹാം ഇസഹാക്കായിട്ട് മല കയറുകയാണ്. മല കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ വിശ്വാസം. അബ്രാഹാം പഴയ നിയമത്തിൽ ഇതേപോലെ തോബിത്തിനെ പോലെ അനുഗ്രഹിക്കും. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ രണ്ട് കഥാപാത്രം അബ്രാഹത്തെ നമ്മൾ തോബിത്തിനെ കാണും. അബ്രാഹാം ഇസഹാക്കുമായിട്ട് മല കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ബലിമൃഗം എവിടെ? അബ്രാഹാം പറയുന്നത്, മോനെ ദൈവം തരുവടാ, നീ കയറ്, ദൈവം തരും. ഗോഡ് വിൽ പ്രൊവൈഡ്. അവിടെയാണ് ദൈവത്തെ ജഹോവ ജൈറ. ഓക്കെ, നിന്റെ അപ്പൻ നിനക്ക് വേണ്ടതിൽ കൂടുതൽ തരും. പക്ഷെ നിനക്ക് അപ്പനേക്കാൾ സ്നേഹവും ബഹുമാനവും ആദരവും ഈ മാമോനെയാണ്. അതിൻ്റെ കുഴപ്പം. അതിനെ പുറത്താക്കിയേ പറ്റൂ. അതിനെ പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതൽ ദൈവം പ്രൊവൈഡ് ചെയ്യും. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് ജഹോവ ജൈറ, അല്ലേ? ദ ഗോഡ് ഹു പ്രൊവൈഡ്സ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകുന്നവനാണ് അവൻ. അതുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് വരണം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തിയിൽ അത് കാണണം. അത് വലിച്ചെറിഞ്ഞ് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം നമ്മളിവിടെ ഒരു കാര്യം കാണുകയാണ്. 1-ാമത്തെ അധ്യായം തോബിത്തിന്റെ പുസ്തകം, അതിൽ 6-ാമത്തെ വചനം, ആദ്യ ഫലങ്ങളും വിളവിൻ്റെ ദശാംശവും ആദ്യം കത്രിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഠത്തെങ്കിൽ അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു. 7-ാമത്തെ വചനം, ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം. അപ്പം ആട്ടിൻ്റെ എല്ലാ ദശാംശം ലേവ്യപുത്രന്മാരായ പുരോഹിതന്മാരെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഒരു ദശാംശമുണ്ട്, ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറൂസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവീപുത്രന്മാർക്ക് ഞാൻ നൽകി പോന്നു. ഓക്കെ, മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറൂസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു. 3-ാമതൊരു ദശാംശം എൻ്റെ പിതാമഹിയായ ദെബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകി പോന്നു. പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ, അല്ലേ? ഒരു അനാഥനായിരുന്നു തോബിത്ത്. അപ്പം തോബിത്ത് വളരെ സമ്പന്നനായി മാറിയതിൻ്റെ പുറകിൽ തോബിത്ത് 3 തരം ദശാംശം 30-30% കൊടുത്തിരുന്നവൻ. അത് കൂടാതെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്യുമായിരുന്നു, ഇല്ലേ? ഈസ് എ മാൻ ഹു ഗിവ്സ് 50%. ഓക്കെ, ഈ സ്വാതന്ത്ര്യത്തിലേക്ക്, ഇതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധി ഉണ്ടാകും. സമൃദ്ധി എന്ന് പറഞ്ഞാൽ സംതൃപ്തി ഉണ്ടാകും. അപ്പം 5-ാമത്തെ ഈ അപ്പൻ മകൻ കൊടുക്കുന്ന ഉപദേശമാണ്, മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യണം. ഓക്കെ, ചാരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ കുറേ ആൾക്കാർക്ക് ചാരിറ്റി കൊടുക്കുകയല്ല. ആർക്കാണ് നീതിനിഷ്ഠ? നീതിനിഷ്ഠ എന്ന് പറഞ്ഞാൽ സുവിശേഷം അനുസരിച്ച് പുതിയ നിയമത്തിലേക്ക് നീതി എന്ന് പറയുമ്പോൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവന്, അവനെ നമ്മൾ സഹായിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തവനെ സഹായിക്കേണ്ട കാര്യമില്ല. അല്ലാത്ത അറിവില്ലാത്തവനാണെങ്കിൽ കൊടുക്കുക. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ പാവപ്പെട്ടവരാണ്, അവർക്ക് കൊടുക്കുക. പക്ഷേ നമ്മുടെ ചാരിറ്റിയുടെ മെയിൻ സാധനം കൊടുക്കേണ്ട ആർക്കാണ്? നീതിനിഷ്ഠ അനുസരിച്ച് ജീവിക്കുന്നവന് നിന്റെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയുമരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിലോ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്, അല്ലേ? നമുക്ക് സീസൺസ് ഉണ്ട്. ഈ സീസൺസ് അനുസരിച്ച് കൂടുന്നതനുസരിച്ച് കൂടുതൽ കൊടുക്കുക. കുറവുണ്ടെങ്കിൽ അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ വിളി. എന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. അപ്പം ഇവിടെ മനോഹരമായൊരു ഒടുക്കാണ്. സമ്പത്ത്, നമ്മളൊക്കെ സമ്പത്ത് നേടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ സമ്പത്ത് ആർജിക്കാൻ വേണ്ടി ഓടി ഇന്ന് നിത്യജീവിതത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം പോലും നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ എന്തിൻ്റെ പുറകെയാണ് ഓടുന്നതെന്ന് നോക്കുക, ശ്രദ്ധിക്കുക. ഈ കോർപ്പറേറ്റ് വേൾഡ് പറയുന്ന 20 മണിക്കൂർ 18 മണിക്കൂർ അധ്വാനിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കാശുണ്ടാക്കുക. ഈ ലോകത്ത് കുറേ സുഖസൗകര്യങ്ങൾ നേടുക. അവർക്ക് ജീവിതമുണ്ടോ? ആ ഓട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? നിത്യത, നീതിപൂർവമുള്ള ജീവിതം, ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റുന്നുണ്ടോ? വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ?
അവിടെയാണ് മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് പറയാൻ പേടിയാണ്, മക്കളോടൊക്കെ ഇത് പറയാൻ പേടിയാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക്. എന്താണ് നാളെ നീ ഒരു ന്യായാധിപന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് തമ്പുരാൻ കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് ഇത്രയും മക്കളെ തന്നു, അവരാത്മാവ് എവിടെ? And you have to give an answer. കായനോട് ദൈവം ചോദിച്ചോ, ആദത്തോട് ചോദിച്ചോ, where are you? This question will come to you tomorrow. അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നമ്മളത് ഉത്തരം പറയണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ പഴത്തിൻ്റെ പുറകെ ഓടുന്ന മക്കളോടൊക്കെ പറയാം, ഇതല്ല വേണ്ടത്. നിത്യജീവിതം സ്വന്തമാക്കണം. ഈ സമ്പത്ത് നേടുന്ന വഴിയല്ല നമുക്ക് സംതൃപ്തി സന്തോഷം ഉണ്ടാകുന്നത്. ദാരിദ്ര്യത്തിൻ്റെ വഴിയാണ് നമുക്ക് ആത്മീയ പൂർണ്ണത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ട്. ആത്മാവിന് സംതൃപ്തി ഉണ്ടാണെങ്കിൽ സമ്പത്ത് നേടുന്ന വഴിയല്ല, അത് സമ്പത്ത് കൊടുക്കുന്നത് വഴിയാണ് നമുക്ക് ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ മേഖല നമ്മൾ അറിയണം. വീണ്ടും 14-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം, വിശക്കുന്നതിനുമായി നിന്റെ അപ്പം പങ്കിടുക, നഗ്നനുമായി നിന്റെ വസ്ത്രവും, മിച്ചമുള്ളത് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. എന്തിലാണ്? മിച്ചമുള്ളത്, നിന്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് കൊടുക്കണം. അത് നിന്റെ സഹോദരൻ്റെതാണ്. അത് സൂക്ഷിച്ചു വെക്കുന്നത് നിന്റെ കുടുംബത്തിൽ ബന്ധനത്തിന് കാരണമാകും. അനേകം ബന്ധനത്തിൽ കിടക്കുന്നതിന് കാരണങ്ങൾ അതാണ്. അപ്പം അതുകൊണ്ട് ഈ മേഖലയിൽ നമ്മൾ വിടുതൽ പ്രാപിക്കാനായിട്ട് തയ്യാറാവുക. വീണ്ടും ഈ അവസാനം തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ മകനോട് ഇതൊക്കെ പറഞ്ഞ് മകന് കല്യാണാലോചനയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഉണ്ടടാ കല്യാണത്തിന് പെൺകുട്ടീനെ കിട്ടി. സാറ എന്ന കുട്ടിയാണ്. അവളാണെങ്കിൽ 7 കല്യാണം കഴിച്ചവളാണ്. അവൾ 7 കല്യാണം കഴിച്ച് ആദ്യ രാത്രി 7 പുരുഷന്മാർ അവളുടെ മുറി കിടക്കുന്ന കാര്യങ്ങളെ വെള്ളമുള്ളിലുള്ള പിശാച് കൊന്നുകളയും അല്ലേ. ഇന്ന് പല കുടുംബങ്ങളിലും ദാമ്പത്യ ജീവിതങ്ങൾ ഡിവോഴ്സൊക്കെ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങൾ കിടക്കുക. കല്യാണം നടക്കുന്നില്ല, നടന്ന കല്യാണം ഭംഗിയായിട്ട് പോകുന്നില്ല, അതിനകത്ത് ഡിവോഴ്സ് വരും. ഇതെല്ലാം നമ്മൾ നോക്കുക. അത് നമ്മളിങ്ങനെ മേലോട്ട് നോക്കുക. ഇതൊക്കെ കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സമ്പത്തിനോടുള്ള ആസക്തികൾ നമ്മൾ നിർത്തണം. അല്ലാതെ ഇതൊന്നും ദൈവകൃപ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരത്തില്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ സമ്പാദിച്ചു കൊടുക്കേണ്ടത് സമ്പത്തല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കൃപയാണ്. അപ്പം ആ കൃപ കിട്ടാനുള്ള വഴി എന്താ? അപ്പം തോബിത്തിങ്ങനെ തോബിയാസിനോടെല്ലാം പറഞ്ഞു കൊടുത്ത് മനുഷ്യ കൊടുത്ത്, അങ്ങനെ തോബിയാസിൻ്റെ കൂടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചും സമ്പത്ത് കൊടുത്തൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മകൻ്റെ കല്യാണ സമയമായപ്പോൾ റഫായേൽ മാലാഖ അവിടെ വരികയാണ്. ദൈവം അയക്കുകയാണ് അല്ലേ. ഇങ്ങനെ പാവപ്പെട്ടവരോട് അനുകമ്പയുള്ളവരും ഈ ഇത് കൊടുക്കുന്ന തൻ്റെ സമ്പത്ത് മറ്റുള്ളവർ പങ്കുവെക്കുന്ന, മിച്ചം വരുന്ന മറ്റുള്ളവർ പങ്കുവെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മകൻ്റെ കല്യാണം വന്നപ്പോൾ റഫായേൽ മാലാഖയെ ദൈവം അയക്കുകയാണ്. അങ്ങനെ റഫായേൽ മാലാഖയാണ് തോബിയാസിൻ്റെ കൂടെ പോകുന്നത്. ഇത് മാലാഖ വേഷം മാറി വരികയാണ്. അങ്ങനെ വന്ന് അവസാനം കല്യാണമൊക്കെ നടന്നു കേട്ടോ. കല്യാണമൊക്കെ നടന്ന് തോബിത്തിൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചതെല്ലാം കിട്ടിയപ്പം തോബിത്ത് പറയുന്ന കാര്യങ്ങളാണ് 12-ാമത്തെ അധ്യായം. വളരെ പ്രധാനപ്പെട്ടൊരു മെസ്സേജ് ഇവിടെയുണ്ട്. തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക, പറഞ്ഞതിലും കൂടുതൽ കൊടുക്കണം. ഇല്ലേ, എന്തൊരു ഔദാര്യ മനോഭാവമാണ്. നീ പറഞ്ഞതിലും കൂടുതൽ കൊടുക്കണോ മോനെ, നിനക്ക് നല്ലൊരു കല്യാണം നടത്തുന്നല്ലേ, നിന്റെ കാര്യം നടത്തുന്നല്ലേ, അവൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ കൊടുക്കണം. ഓക്കെ, ആ മനോഭാവം വളരെ, യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പണത്തെ പൂജിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അത് കൊടുക്കാൻ ലുബ്ധനാണ് നീ. അതുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ ഈ കൃപ ഇല്ലാതെ വരുന്നത്. തോബിയാസിന്റെ കുടുംബത്തിൽ വന്ന കൃപ നിന്റെ കുടുംബത്തിൽ വരണമെങ്കിൽ വചനം പറയാണ്. എന്താണ് അവൻ പറഞ്ഞു? പിതാവേ, ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി, എനിക്ക് വേണ്ടി പണം വാങ്ങി, നിന്നെയും സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവൻ അത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക. ഈ ആറ്റിറ്റ്യൂഡ് വേണം. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് വരുമ്പോഴാണ് കുടുംബത്തിലെ കെട്ടുകൾ പൊട്ടുക, കല്യാണങ്ങൾ നടക്കുക, നടന്ന കല്യാണങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുക, രോഗസൗഖ്യങ്ങൾ ഉണ്ടാവുക. ഇതിനെല്ലാമുള്ള വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. സറേഫത്തിലെ വിധവയുടെ കയ്യിൽ ജീവിതകാലം ജീവിക്കാനുള്ള മാവുണ്ട്, പക്ഷേ കൊടുക്കാൻ താല്പര്യമില്ല. 2 അപ്പത്തിനുള്ള മാവ്, അതിൽ നിന്ന് നീ എനിക്കതാ. ഇവിടെ എല്ലാം 50% നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് അപരനുള്ളതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ വരുന്ന സ്ഥലം. ഓക്കെ, കെട്ടുകളഴിയും കേട്ടോ, ഈ വർഷം കെട്ടുകളഴിയും. എന്നിട്ട് ദൂതൻ എന്ത് പറഞ്ഞു? റഫായേൽ മാലാഖ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ, അങ്ങനെ പറയാം. ദൂതൻ 2 പേരെ രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടെ നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെ മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ.
ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തിക്കരുത്, അല്ലേ? ദൈവം അനുഗ്രഹിച്ച നന്മക്ക് നന്ദി പറയണം, പ്രകാരം ഇതൊക്കെ വേണം. എൻ്റെ കൂടെ എന്തുകൂടി വേണം? ഈ സാധനം കൊടുക്കാൻ തയ്യാറാണ്. അവനെ പൂജിക്കരുത്. എന്നിട്ട് പറയണം 8-ാമത്തെ വചനം, ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഉപവാസം, നീതി, ദാനധർമ്മം ഇതുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാ തോന്നിയാസം ചെയ്ത് ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? നടക്കത്തില്ല. ലെറ്റ് ഗോ. ഉപവാസം എന്ന് പറഞ്ഞത് വിട്ടുകൊടുക്കണം. യെശയ്യാ പ്രവചനം 58 നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഉപവാസം നല്ലതാണ്. 9-ാമത്തെ വചനം, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ്. ഇവിടെ പാപം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പണത്തിനോടുള്ള ആസക്തി. നമുക്ക് ജീവിത ആയുസ് ഉണ്ടാവില്ല. അതേസമയം ഈ പരോപകാരവും ഈ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. സമയം, കഴിവ്, വിദ്യാഭ്യാസം, നമ്മുടെ അധ്വാനം ഇതെല്ലാം നമ്മൾ കൊണ്ടൊരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സമ്പത്ത് കിട്ടുന്നത്. ഇതിൻ്റെ എസൻസാണ്. ഇതെന്ത് ചെയ്യണം? ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അവിടെയാണ് നിൻ്റെ ജീവിതത്തിന് ദീർഘായുസ് ഉണ്ടാവണം. മനസ്സിലാകുന്നത്? വലിയ വലിയ രഹസ്യങ്ങളാണ് വചനം പറഞ്ഞു തരുന്നത്. അപ്പം ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കണമെങ്കിൽ ഇത് ചെയ്യണം. അപ്പം തോബിത്തിന് സൗഖ്യം കിട്ടി, തോബിയാസിന് കല്യാണം നടക്കുകയാണ്. തോബിയാസിൻ്റെ കല്യാണം നടക്കണമെങ്കിൽ എന്താ? കല്യാണം നടന്നിട്ട് കാര്യമില്ല. കല്യാണം നടന്നിട്ട് ആ കല്യാണത്തിൻ്റെ അകത്ത് സൗഖ്യപ്പെടണം. നമ്മൾ സൗഖ്യപ്പെടാനുള്ള കാരണം എന്താ? പകുതി കൊടുക്കാൻ അവർ തയ്യാറാണ്. നമുക്ക് അപ്പൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, മിച്ചമുള്ളത് കൊടുക്കുക. ചെറുപ്പത്തിൽ കിട്ടിയ ആ മനോഭാവം തന്നെ അവനുണ്ടായിരിക്കും. ഇവിടെയാണ് പ്രിയമുള്ളവരെ, നിനക്ക് വിശ്വാസം വേണം. സമ്പത്ത് കൊടുക്കാനുള്ള വിശ്വാസം വേണം. എറിയാനുള്ള വിശ്വാസം വേണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കാം, അല്ലേ? ഇന്ന് ലോകത്തിലെ 3 മെയിൻ റിലിജിയൻ, ദ ജൂസ്, ക്രിസ്ത്യൻസ് ആൻഡ് ഇസ്ലാം. ഇത് 3 പേരും അബ്രാഹത്തിൻ്റെ മക്കളാണെന്നാണ് പറയുന്നത് കേട്ടോ. ആ അബ്രാഹത്തിൽ നിന്നാണ് ഈ 3 തലമുറ, ഈ ജനതകൾ ഉണ്ടാകുന്നത്, അല്ലേ? അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അബ്രാഹത്തിനൊന്നിനും കുറവുണ്ടായിരുന്നില്ല. അബ്രാഹം കുറവുണ്ടാകാതിരുന്ന കാരണം എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അബ്രാഹത്തിനെയൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് വിളിക്കണം. എന്താണ് ഈ വിശ്വാസം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ദിവസം പള്ളിയിൽ പോകുന്ന, കുറച്ച് വചനം വായിക്കുന്നതും ജപമാല ചെല്ലുന്നതും എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതൊന്നും വിശ്വാസത്തിൻ്റെ അടയാളങ്ങളല്ല. ഓക്കെ, ഒക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും നീ വിശ്വാസിയാണെന്ന് എൻ്റെ അടയാളമല്ല. അതപ്പുറത്തെ രമേശനും അപ്പുറത്തെ ബഷീറും ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അതല്ല ക്രൈസ്തവ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുക. അബ്രാഹത്തെ നമ്മൾ പഠിക്കണം. അബ്രാഹത്തിന് കുറേ നാളുകൾ കൂടി അബ്രാഹം ദൈവം പറഞ്ഞതനുസരിച്ച് പിതൃദേശത്തെ വിട്ട് ആ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരികയാണ്. ദൈവം പറഞ്ഞ കാനാൻ ദേശം അന്വേഷിച്ച് വരികയാണ്. അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ഈ ലോകവും എൻ്റെ ദേശങ്ങളൊക്കെ വിട്ട് വരാം. ഈ വിടൽ ആവശ്യമാണ്. ഓക്കെ, ദൈവത്തിൻ്റെ കൂടെ നടക്കണമെങ്കിൽ ഈ വിടൽ ആവശ്യമാണ്. ഇത് വിട്ടുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുറവ് അബ്രാഹത്തിനുണ്ടായിട്ടില്ല. അബ്രാഹം സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അബ്രാഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, നമുക്ക് സമ്പത്ത് വേണ്ടി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേദപുസ്തകത്തിൽ പറയണം, അബ്രാഹാം ലോത്തുമായിട്ട് പിരിഞ്ഞു. ലോത്ത് ഇതിൻ്റെ പുറകെ ഓടി നടക്കുന്ന മനുഷ്യനാണ് കേട്ടോ. ലോത്ത് ഈ അബ്രാഹത്തിൻ്റെ സമ്പത്തെല്ലാം അടിച്ചു മാറ്റിയവനാണ്. അങ്ങനെ അടിച്ചു മാറ്റി അവൻ്റെ ജീവിതത്തിൽ അവൻ ഇതിൻ്റെ പുറകെ നടന്ന് അവനെ വേറെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി നശിപ്പിക്കുക, പിടിച്ച് അടിമയാക്കിയാണ്. ആ അനുഭവം അറിഞ്ഞാൽ അബ്രാഹാം തൻ്റെ എല്ലാ സമ്പത്തുമായിട്ട് പോയവനാണ്. അവനൊരു പ്രശ്നത്തിലാണെന്ന് കാണുമ്പോൾ അബ്രാഹാം അവനെ തേടി ചെല്ലുകയാണ്. കാരണം സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വിശ്വാസം വേണം. നമ്മളെ ദ്രോഹിച്ചവനാണ്, നമ്മളെല്ലാം ഊറ്റിക്കൊണ്ട് പോയവനാണ്. അവനെ തൻ്റെ സഹോദരനാണ്. അവനൊരു പ്രശ്നമെന്ന് അറിഞ്ഞപ്പോൾ അവൻ അനുഭവിക്കട്ടെ എന്നല്ല പറയണത്. അബ്രാഹാം അവൻ്റെ പുറകെ ചെന്ന് ആ സോദോമിലെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി ലോത്തിനെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-17 കേദാർ ലോവോമറയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാഹാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസെദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നവൻ. അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. അല്ലേ? ദ ബ്ലെസ്സിങ്, മെൽക്കിസെദക്കിൻ്റെ ബ്ലെസ്സിങ് എന്താണ്?
നിനക്ക് കുറേ ആടുകളുണ്ടാകട്ടെ, നിനക്ക് കുറേ വയലുണ്ടാകട്ടെ, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാകട്ടെ, കുറേ സ്വർണ്ണം ഉണ്ടാകട്ടെ. ഇല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപ. വി നീഡ് ഗ്രേസ്, നോട്ട് വെൽത്ത്. ഓക്കെ, നിൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടത് കൃപയാണ്. അതില്ലാത്തതാണ് നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം. അപ്പം മെൽക്കിസേദെക്ക് ആകാശത്തിൻ്റെ ഭൂമിയുടെ നാഥന അത്യുന്നത ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം നിന്റെ മേലുണ്ടായിരിക്കട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം അനുഗ്രഹീതൻ. അബ്രാഹാം എല്ലാത്തിനും ദശാംശം അവന് കൊടുത്തു. സോദോം രാജാവ് അബ്രാഹാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. സോദോം രാജാവ് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് പറയാണ്, നീ എൻ്റെ സമ്പത്തെല്ലാം കൊണ്ടുപോയിക്കോ, എനിക്ക് എൻ്റെ ആളുകളെ വിട്ടു തരണം. ഓക്കെ പ്ലീസ്. അങ്ങനെ മെൽക്കിസേദെക്കിന് അബ്രാഹാം ദശാംശം കൊടുത്തു എന്ന് പറയാം. ഓക്കെ, അന്ന് ഈ ദശാംശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അബ്രാഹാം ദശാംശം കൊടുത്ത ദശാംശം അല്ല, അത് മെൽക്കിസേദെക്കിനൊരു സാധനം കൊടുത്തു, അതിൻ്റെ അപ്പുറത്തേക്ക് അബ്രാഹാം കൊടുത്തു. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ഈ ദശാംശം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദശാംശം കൊടുത്താലും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് പറയാണ്? അപ്പോൾ സോദോം രാജാവ് അബ്രാഹാമിനോട്, എൻ്റെ ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളാം. അബ്രാഹാം സോദോം രാജാവിനോട് പറയാണ്, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു. അല്ലേ? അണ്ടർസ്റ്റാൻഡിങ്. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഇതൊന്നും ഇല്ല നമുക്ക്, അതുകൊണ്ടാണ് ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഈ കാണുന്ന സകലത്തിൻ്റെയും ഉടയവനായ എൻ്റെ അപ്പൻ്റെ മകനാണ് ഞാൻ. ആ അവബോധത്തിലേക്ക് വരണം. ഇതാണ് ക്രൈസ്തവ ബോധം. ഈ അവബോധം ഇല്ലെങ്കിൽ നീ ഇപ്പോഴും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. മനസ്സിലല്ലേ? ഈ സ്വർഗത്തിൻ്റെ സകലത്തിൻ്റെയും ഉടയവൻ ഈസ് മൈ ഡാഡി, മേരാ ബടാ. ഓക്കെ, ഈ കാഴ്ചപ്പാട് വരണമെങ്കിൽ ഇതെല്ലാം വിടണം. ഇതെല്ലാം ബാക്കിയുള്ളവരായിട്ട് പങ്കുവെക്കാൻ തയ്യാറാണ്. യേശു ക്രിസ്തുവിൻ്റെ പോലെ എനിക്കുള്ളതെല്ലാം അവൻ പങ്കുവെച്ച് തരികയാണ്. അതുപോലെ അബ്രാഹാം പങ്കുവെച്ചിരുന്നു. മനസ്സിലായോ? അതിലേക്ക് വരാം. എന്നിട്ട് അബ്രാഹാം ഒരു കാര്യം പറഞ്ഞു. അബ്രാഹാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന് മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ. എന്താ പറയണത്? ഈ യുദ്ധം ചെയ്ത് സോദോം രാജാവിനെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് പറയാണ്, എൻ്റെ ആൾക്കാരൊക്കെ അങ്ങ് വിട്ടു എന്നേക്കും, നിന്റെ സമ്പത്തെല്ലാം എടുത്തോ. അബ്രഹാം പറയാണ്, സോദോം രാജാവ് കൊടുത്തത് കൊണ്ടാണ് അബ്രഹാം രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറയരുത്. എൻ്റെ ദൈവം തരും എനിക്ക്. ഇതാണ് ദൈവത്തിൽ നിന്ന് വാങ്ങാൻ പഠിക്കണം. ഓക്കെ, നാട്ടുകാരിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് വാങ്ങരുത്. ഔദാര്യം നമുക്കാരുടെ ഔദാര്യം വേണ്ട, നമുക്ക് വേണ്ട ദൈവം തരും. ഈ വിശ്വാസം നമുക്ക് വേണം, ഈ വിശ്വാസം വേണം. എന്നിട്ട് നമ്മൾ കാണുകയാണ് അബ്രാഹത്തിന് പിന്നീട് ഒരു മകൻ ജനിക്കുന്നത്. 22-ാമത്തെ അധ്യായം. അബ്രാഹത്തിനൊരു കെട്ടുണ്ടായിരുന്നു, മകനോട് അമിതമായ താല്പര്യം. മകനൊരു വിഗ്രഹമായി. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ സമ്പത്താണ് വിഗ്രഹം. നമ്മുടെ മക്കളെ നിങ്ങൾക്ക് ആത്മശോധന ചെയ്യുക. നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ കെട്ടഴി, നിങ്ങളുടെ മക്കളെ കെട്ടഴിയണം. എന്താണ്? നിങ്ങൾക്ക് മക്കളെയാണോ സ്നേഹം, സമ്പത്തിനാണോ സ്നേഹം? ഞാൻ പറയും, നിങ്ങൾക്ക് സമ്പത്തിനോടാണ് സ്നേഹം. എന്നിട്ട് മക്കളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുക. മക്കളെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യം, മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്നവർ സമ്പത്തിൻ്റെ പകുതി ആത്മരക്ഷയ്ക്കായിട്ട് കൊടുക്കുക. ഓക്കെ, യുവർ ചിൽഡ്രൻ വിൽ ഫ്ലൈ. കാണിച്ചു തരാം അബ്രാഹാം ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാക്കും. അബ്രാഹത്തിനിടയിൽ മകനെ കിട്ടിക്കഴിയുമ്പോൾ അബ്രാഹത്തിനൊരു ബന്ധനമായി. ഉടനെ കർത്താവ് അബ്രാഹത്തോട്, നിൻ്റെ മകനെ നീ ബലിയർപ്പിക്കണം, ദൈവത്തിന് കൊടുക്കണം, അതിനെ പൂജിക്കരുത്, അതിനെ ഹൃദയത്തിൽ കയറ്റി വെക്കരുത്. അങ്ങനെ അബ്രാഹാം വളരെ വേദനയോടെ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോവാണ്. മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ സാധനം ഇരിപ്പുണ്ട് കേട്ടോ, ഇതിനെ ബലിയർപ്പിക്കണം. മറ്റെന്താ പറയുക, അബ്രാഹാം അങ്ങനെ ബലിയർപ്പിച്ച് അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഈ ബ്ലെസ്സിങ് ആണ് നമുക്ക് വേണ്ടത്, ജനറേഷണൽ ബ്ലെസ്സിങ്. ഇന്ന് ഒരു മുസ്ലിം ആയിക്കൊള്ളട്ടെ, ഒരു യഹൂദനായിക്കൊള്ളട്ടെ, ഒരു ക്രിസ്ത്യാനി, ഇത് മൂന്നാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന 3 ജനത. ഈ 3 ജനതയ്ക്കും കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ സ്രോതസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് അബ്രാഹാം എന്നൊരു മനുഷ്യന് കൊടുത്ത ബ്ലെസ്സിങ്ങാണ്. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും, നീയും നീയും അനേകം തലമുറകൾക്കുള്ള ബ്ലെസ്സിങ് ആണ് നിങ്ങളാകേണ്ടത്. ഇതിങ്ങനെ കൂട്ടി വെച്ചാൽ ആവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൃപയുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. തലമുറകൾക്കുള്ള ബ്ലെസ്സിങ് നമ്മൾ മേടിച്ച് വെക്കണം. ഇന്നത്തെ നിങ്ങളുണ്ടാക്കിയ പണം 2 തലമുറ നിൽക്കുന്നുണ്ടോ? 2 തലമുറയിൽ കൂടുതൽ സമ്പത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാൻ എനിക്ക് താല്പര്യമുണ്ട്. മനസ്സിലായി? നിങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ വരെ നിങ്ങളുണ്ടാക്കിയ സാധനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവാർഡ് ഞാൻ തരാം. ഇല്ല, നിൽക്കത്തില്ല.
അത് പോവുകയാണ്. എന്നാൽ അബ്രാഹാം മേടിച്ച ബ്ലെസ്സിങ്സ് ഇന്നും അബ്രാഹത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കർത്താവ് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇതുപോലെ അറിയപ്പെടണമെങ്കിൽ എന്ത് വേണം എന്നാണ് അറിയേണ്ട കീ വേർഡ്. ഇതാണ്, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കണം, കൊച്ചു തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് പറയാം. അബ്രാഹാം ബലിയർപ്പിക്കാൻ ചെല്ലുകയാണ്, മകനെ വെക്കുമ്പോൾ. അപ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, പക്ഷേ ബലിമൃഗയുടെ. അബ്രാഹാം പറയണം, പേടിക്കേണ്ട മോനെ, ഗാഡ് വിൽ പ്രൊവൈഡ് എന്നാണ് ദൈവത്തിലുള്ള വിശ്വാസവും ശരണവും. എന്നിട്ട് കത്തിവെച്ച് കൊല്ലുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവസാനം പറയണം 11-ാമത്തെ വചനം, തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ട്, കുട്ടിയുടെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ഇവിടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു ഞാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ അബ്രാഹത്തിന് മുമ്പ് വേറെ മകനുണ്ടായിട്ടോ, ഇസ്മായേൽ ദൈവത്തിൻ്റെ അക്കൗണ്ടിലില്ല. എന്താണ് അത്? ദൈവഹിതപ്രകാരമുള്ള കുട്ടിയല്ല. നമ്മുടെ ജീവിതത്തിൽ ആണ് ദൈവനീതി, ദൈവഹിതപ്രകാരമുള്ള മാത്രമേ സ്വർഗത്തിൽ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, നിന്റെ ബുദ്ധി, നിന്റെ കഴിവും, നിന്റെ സൗകര്യം അനുസരിച്ച് നീ ചെയ്യുന്നതൊന്നും ദൈവത്തിലെത്തൂല. അതുകൊണ്ട് നിന്റെ ഏകപുത്രൻ, അയ്യടാ എനിക്ക് വേറെ പുത്രൻ, രണ്ടാമത്തെ പുത്രനല്ല, അല്ല, ദിസ് ഈസ് ഓൺലി സൺ. ആരാണ്? ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ ഇസഹാക്ക് മാത്രം, ഇസ്മായിലില്ല. ഓക്കെ, മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇസ്മായിലിനെ ദൈവം തള്ളിക്കളഞ്ഞു, ഇസ്മായിലിനെ ദൈവം അനുഗ്രഹിച്ചു. അത് അബ്രാഹാം കാണിച്ചൊരു അബദ്ധത്തെ സ്റ്റിൽ ദൈവം അനുഗ്രഹിച്ചു. ആ അബദ്ധം ഇന്ന് ലോകത്തിൽ നിന്നൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലൊന്നും സ്വർഗം അംഗീകരിക്കത്തില്ല. മനസ്സിലായി? നീ യു ഹാവ് ടു ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ പേരാണ് വിശുദ്ധി. ഈ വിശുദ്ധി സ്വന്തമാക്കണം. ഈ വിശുദ്ധി സ്വന്തമാക്കാനുള്ള വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് പറയണം? അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾ കൊമ്പുടക്കി കിടക്കുന്നൊരു മുട്ടാടനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവേ ഈറേ, യഹോവ ജൈറ എന്ന് പേരിട്ടു. ഗോഡ് പ്രൊവൈഡ്സ്. നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി സമൃദ്ധം എന്നൊരു ദൈവം ഉണ്ടടാ, ധൈര്യമായിട്ടിരിക്കും, വിശ്വസിക്കണം. ഓക്കെ, എന്നിട്ട് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് വരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് വീണ്ടും അബ്രഹാം വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യും. ദൈവം ശപഥം ചെയ്ത് പറയാണ്. എന്താ കാര്യം? നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. വാട്ട് എ പ്രോമിസ് അല്ലേ? അബ്രാഹാം ബലിയർപ്പിക്കുകയാണ്. തൻ്റെ ഏക മകനെ നൽകുക. മകനെ നൽകുക എന്ന് പറയുമ്പോൾ മകൻ മാത്രമല്ല, മകന് ദൈവം ഒരു പ്രോമിസ് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇസ്ഹാക്കിലൂടെ ഈ ലോകത്തെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ബ്ലെസ്സിങ് നേരത്തെ കൊടുത്തിട്ടുണ്ട് അബ്രാഹത്തിന്. അപ്പം ഈ മകൻ്റെ മാത്രമല്ല, ഈ മകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റീസും അബ്രാഹാം ബലിയർപ്പിച്ചു. അതിൻ്റെ ഫലം എന്താ? അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കണം. അബ്രാഹത്തിൻ്റെ മകനെ അനുഗ്രഹിക്കണം. നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളെ ദൈവത്തിന് ബലിയർപ്പിക്കാനാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കൂട്ടി വെക്കരുത്. ഇതിനകത്ത് വലിയൊരു രഹസ്യമുണ്ട്. ഉൽപ്പത്തി 22:16 കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട്. ഏകപുത്രൻ മാത്രമല്ല, പുത്രനിലൂടെ നൽകപ്പെടുന്ന എല്ലാ വാഗ്ദാനങ്ങളും അതും അബ്രാഹാം ബലിയർപ്പിച്ചു. തൻ്റെ പുത്രൻ്റെ ഫ്യൂച്ചർ, അവൻ്റെ എല്ലാം ഇതുപോലെ നമ്മക്കുള്ള, ഇതാണ് തോബിത്തിൻ്റെ പുസ്തകം. ഇതെല്ലാം നമ്മക്കുള്ളത് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ കൂട്ടി വെക്കരുത്. നമ്മുടെ മക്കൾക്കുള്ളതും ബലിയോട് പങ്കുവെക്കാൻ തയ്യാറ്. ഇങ്ങനെ നിങ്ങൾ ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെതാണ് സ്വത്തൊന്നും, ഇത് ദൈവം തന്നതാണ് മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളത് വെച്ചാൽ മതി. കൂട്ടി വെക്കരുത്. നിങ്ങളുടെ മക്കൾ നശിച്ചു പോകുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ അനേകം മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കണ്ണീര് വിലപിക്കുന്നതിൻ്റെ കാര്യം, നിങ്ങൾ കുടുംബത്തിൽ അനാവശ്യമായ സമ്പത്തിരിപ്പുണ്ട്. നിങ്ങളെ മക്കളെ അലസന്മാരാക്കും, ദുഷ്ടരാക്കും, തോന്നിവാസികളാക്കും, എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ അബ്രാഹത്തിന് അനേകം ജനതകൾക്കൊരു അനുഗ്രഹമാകുന്ന ഇസഹാക്ക് വഴി അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവിടെ
നിൻ്റെ സന്തതി എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ് കൂടി മനസ്സിലാക്കുക. ആത്മീയമായ യേശുവിലൂടെയാണ് ആ സന്തതി. അവനാണ് ബ്ലെസ്സിങ്, അവനിലൂടെയാണ് ലോകം മുഴുവൻ അനുഗ്രഹിക്കും. എന്നാൽ ഇസഹാക്ക് ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പം അതിൻ്റെ കാരണം എന്താണ്? അബ്രാഹാം ഇസഹാക്കിനെയും ഇസഹാക്കിലൂടെ ഉള്ള എല്ലാ പോസിബിലിറ്റീസിനെയും എല്ലാ പ്രോമിസസിനെയും ബലി കഴിക്കുക. ഇസഹാക്കിനെ മാത്രമല്ല ബലി കഴിക്കുന്നത്, ഇസഹാക്കിലൂടെ ഒരു വാഗ്ദാനം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളും അതെല്ലാം തൻ്റെ ഫ്യൂച്ചർ, ഇസഹാക്കിലൂടെ ഉള്ള ഫ്യൂച്ചറായിട്ടുള്ള എല്ലാം അബ്രാഹാം ബലി അർപ്പിക്കും. അതുകൊണ്ട് എന്ത് കൊടുത്തു? ഇവിടെയാണ് നമ്മൾ മർക്കോസ് സുവിശേഷത്തിൽ എന്നെ പ്രതി, എൻ്റെ സുവിശേഷത്തെ പ്രതി വീടോ വയലോ മക്കളെയോ നഷ്ടപ്പെടുത്തുന്നതിന് ഇവിടെ വെച്ച് 100 ഇരട്ടി തരും. ഇത് നഷ്ടപ്പെടുത്താൻ പഠിക്കുക, വിട്ടുകൊടുക്കാൻ പഠിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കരുത്. മക്കൾക്ക് വേണ്ടത് കൊടുക്കുക, അത് ബാക്കിയുള്ളത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ മക്കൾ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ സമ്പാദിച്ച് വെച്ച് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതം നന്നാവില്ല. നിങ്ങൾ കാറും വീടും സ്വർണം വെച്ചിട്ടൊന്നും ഈ ലോകത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെയും ജീവിതം ഭംഗിയായിട്ട് പോലെ, ഒരു ദാമ്പത്യ ജീവിതവും ഭംഗിയായിട്ട് പോകത്തില്ല. അത് പോകണമെങ്കിൽ കൃപ വേണം. ഈ കൃപ കിട്ടണമെങ്കിൽ കയ്യിലുള്ളത് കൊടുക്കാൻ തയ്യാറാവണം. ഓക്കെ, എങ്ങനെ കൊടുക്കണം? വെറുതെ കൊടുക്കരുത്. നീതി അനുസരിച്ച് ജീവിക്കും, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതിനാണ് നിന്റെ സമ്പത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു കോട്ടിങ് ഓർക്കുകയാണ്. ബെനഡിക്റ്റ് 16 ഒരു കോട്ടിങ്സിനും കാരിത്താസ് വെരിറ്റാറ്റെ ആ ചക്രികലേനത്തിൽ ബെനഡിക്റ്റ് 16 പാപ്പ പറയാണ്, സംടൈംസ് വി ടെൻഡ് ഇൻ ഫാക്ട് to reduce the term charity to solidarity or simply humanitarian aid. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ചാരിറ്റി എന്ന് പറയുന്നത്, ഈ ദാനധർമ്മം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട എന്തെങ്കിലും കുറച്ച് അനുകമ്പ കാണിക്കുന്ന പരിപാടിയായിട്ട് നമ്മൾ ചിലപ്പോൾ ചുരുക്കി പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതിന് ചാരിറ്റി, അതല്ല ചാരിറ്റി. ക്രിസ്ത്യൻ ചാരിറ്റി ഈസ് ഡിഫറെൻറ്റ്. മനസ്സിലാക്കുക. അതിന് ലോകത്ത് ഒത്തിരി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതെല്ലാം നമ്മുടെ ചാരിറ്റി എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹൗവർ ടു റിമെമ്പർ ദാറ്റ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ വിച്ച് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്. ഏറ്റവും വലിയ ചാരിറ്റി സുവിശേഷ പ്രഘോഷണമാണ്. ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്, വചനം പങ്കുവെച്ച് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ചാരിറ്റി എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സഭയിൽ ഏറ്റവും വലിയ ചാരിറ്റി നടത്തിയിരുന്ന മനുഷ്യന് സെന്റ് വിൻസെന്റ് ഡി പോൾ. വിൻസെന്റ് ഡി പോളിന്റെ ഭാഷകൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഏറ്റവും വലിയ ദരിദ്രരുടെ ശുശ്രൂഷ? അവന്റെ ആത്മരക്ഷ. വിൻസെന്റ് ഡി പോളിന്റെ ഭാഷയാണ്. അവനോട് സുവിശേഷം പറയണം. പട്ടിണി കിടക്കുന്നവൻ, ദാരിദ്ര്യം കിടക്കുന്നവൻ, പറമ്പില്ലാതെ കിടക്കുന്നവൻ ആദ്യം നീ കൊടുക്കേണ്ടതാണ് സുവിശേഷം. ഇന്ന് നമ്മൾ വിൻസെന്റ് ഡി പോൾ സഭയായിട്ട് നടക്കുകയാണ്. വീട് വെച്ചും പറമ്പ് വെച്ചു, ഇതെന്താ? ഒരു കാര്യമില്ല. ഇതൊന്നും സ്വർഗത്തിൽ കേൾക്കില്ല. ഇസ്മായേലിനെ ദൈവം അംഗീകരിച്ചിട്ടില്ലാത്ത പോലെ ഇന്ന് കത്തോലിക്ക സഭ കാണിക്കാതെ നമ്മൾ കാണിക്കുന്ന ഈ ചാരിറ്റി വരയ്ക്കുന്നത് സ്വർഗത്തിലെത്തതിനെ സഹായിക്കത്തില്ല. കാരണം അതിൻ്റെ അകത്തെ എസെൻസ് ദൈവഹിത പ്രകാരമല്ല ചെയ്യുന്നത്, ദൈവഹിത പ്രകാരം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ചാരിറ്റി എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ വിച്ച് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്. There is no action more beneficial and therefore more charitable towards one's neighbor than to break the bread of the word of God, to share with him the good news of the gospel, to introduce him to the relationship with God. ഏറ്റവും വലിയ ചാരിറ്റിയാണ് ഒരു വ്യക്തിനെ ദൈവവുമായിട്ട് കൂട്ടി ബന്ധിപ്പിക്കുക. ബ്രേക്കിംഗ് ദ വേർഡ്, വചനമാകുന്ന അപ്പം മുറിച്ചു കൊടുക്കണം. അതിനുശേഷമാണ് അവൻ്റെ ശരീരത്തിനും വീടിനും വേണ്ട സാധനം കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിനാണ് ഇതിൻ്റെ സമ്പത്ത് ഉപയോഗിക്കേണ്ടത്. കൊടുത്തു തുടങ്ങുക. ഗോഡ് വിൽ ബ്ലെസ് യു. കെട്ടുപൊട്ടും. സാറായുടെ പിശാചിനെ ഇറക്കി വരെ നിൻ്റെ കുടുംബത്തിലെ പിശാചുകൾ ഇറങ്ങിപ്പോവും. രോഗസൗഖ്യങ്ങൾ സൗഖ്യപ്പെടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു തുടങ്ങുക. ഇതാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള വഴി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.